ഞാൻ ഡോക്ടർ അഞ്ജന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികളിലെ പ്രമേഹ രോഗം, അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റീസിനെ പറ്റിയാണ്. ഗർഭിണികളിലെ പ്രമേഹ രോഗത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നിങ്ങൾ ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് കൺഫേം ചെയ്യുമ്പോൾ തന്നെ FBS, HbA1c മുതലായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ പ്രമേഹ രോഗിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ഗർഭിണിയായി കഴിഞ്ഞാൽ GCT, GTT മുതലായ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. GCT അഥവാ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് വളരെ സിമ്പിളായ ടെസ്റ്റാണ്. ഫാസ്റ്റിംഗ് ആവശ്യമില്ല. 50 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ച ശേഷം 1 അവറിന് ശേഷം നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുന്നു. 130-ൽ കൂടുതലാണെങ്കിൽ നിങ്ങളെ പ്രമേഹ രോഗിയെ കണക്കാക്കുകയും GTT എന്ന ടെസ്റ്റ്, പ്രമേഹ രോഗിയായല്ല GTT എന്ന ടെസ്റ്റിലേക്ക് പിന്നെ ചെയ്ത് നോക്കി GTT എന്ന ടെസ്റ്റ് അബ്നോർമൽ ആണെങ്കിൽ പ്രമേഹ രോഗിയായി കണക്കാക്കുകയും ചെയ്യുന്നു. GTT എന്ന ടെസ്റ്റ് എന്താണ്? അതായത് ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് ആവശ്യമുള്ള ടെസ്റ്റാണ് GTT അഥവാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കണം. അതിനു മുമ്പ് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എടുത്തതിന് ശേഷം 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചതിന് ശേഷം 1 അവർ 2 അവർ വാല്യൂസ് എടുത്ത് മൊത്തം 3-4 ബ്ലഡ് സാമ്പിൾ നിങ്ങളിൽ നിന്നെടുത്ത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് അബ്നോർമലായാൽ നിങ്ങൾ പ്രമേഹ രോഗിയെ കണക്കാക്കുകയും പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുമാണ്. എന്താണ് ഗർഭിണികളിലെ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്? വളരെ കുറച്ച് ആൾക്കാരിൽ കുറച്ച് മാത്രം ബ്ലഡ് ഗ്ലൂക്കോസ് അമിതമായി നിന്നാൽ നമുക്ക് ഡയറ്റിലൂടെയും പ്രോപ്പറായ എക്സസൈസിലൂടെയും പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ മിക്കവാറും ഇത് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ മെറ്റ്ഫോർമിൻ പോലെയുള്ള ടാബ്ലറ്റുകളോ ഇൻസുലിനോ എടുക്കേണ്ടതാണ്. എന്താണ് ഗർഭിണികളിലെ പ്രമേഹ രോഗത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷനുകൾ? അതായത് ഏറ്റവും പ്രധാനം ഓവേർട്ട് ഡയബറ്റീസ്. നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ പ്രമേഹ രോഗിയായിരിക്കുകയും ഗർഭം ധരിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് അമിത അളവിലാവുകയും ചെയ്താൽ കുഞ്ഞുങ്ങളുടെ, അതായത് വയറ്റിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ അവയവ രൂപീകരണത്തിനെ അത് കാര്യമായി ബാധിക്കുകയും കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ, റിപ്പീറ്റഡ് അബോർഷനുകൾ മുതലായവ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞ് അമിതമായി വളരുകയും കുഞ്ഞിന് അമിതമായ വളർച്ച, കുഞ്ഞിന് അമിതമായ വെയിറ്റ് ഗെയിൻ, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് വയ്ക്കുക, കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ലെവൽ ഭയങ്കരമായി കൂടുക, ഇതൊക്കെ കാരണം നോർമലായിട്ടുള്ള വജൈനൽ ഡെലിവറി പറ്റാതാവുകയും സിസേറിയൻ, ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി മുതലായ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ഷോൾഡർ ഡിസ്റ്റോഷ്യ, ബർത്ത് ഇഞ്ചുറീസ്, അമിതമായ രക്തസ്രാവം, രക്തം തരേണ്ടി വരിക, ഇത് മാത്രമല്ല വജൈനൽ ഡെലിവറി ആകട്ടെ സിസേറിയൻ ആകട്ടെ ഏതിൻ്റെ ആയാലും മുറിവ് പഴുക്കുകയും സ്റ്റിച്ച് ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ ഈ പ്രമേഹ രോഗം കാരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗർഭിണിയാണെന്ന് ഉറപ്പ് വരുത്തിയാൽ, അല്ലെങ്കിൽ ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഉറപ്പായും ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് അതിന് ശേഷം മാത്രം ഗർഭം ധരിക്കാൻ ശ്രമിക്കുക. ഇത്തരം ടിപ്സുകൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക.